ഹലോ, ടെക് ടിപ്സ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വീണ്ടും നമ്മുടെ ഒരു പഴയ കമ്പ്യൂട്ടർ വീണ്ടും ഒന്നുകൂടെ റീയൂസ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾക്ക് അതിൻ്റെ അകത്ത് ഇപ്പോഴത്തെ പുതിയ പല സോഫ്റ്റ്വെയറുകളും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കും. അപ്പം നമുക്കതിൽ ആൻഡ്രോയിഡ് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. അപ്പം അതിലൂടെ നമുക്കതിനെ വീണ്ടും റീയൂസ് ചെയ്യാൻ സാധിക്കും. നിങ്ങളതിന് ആദ്യം ചെയ്യേണ്ട ഒരു ബ്രൗസറിൽ പോയി primos.in സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ primos.in ലിങ്കിൽ കയറുക. താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കയറിയിട്ട് നമുക്ക് ഡൗൺലോഡ് പ്രൈമോസ് കൊടുക്കുക. ഇൻ്റർനെറ്റിൽ ഒരുപാട് OSകൾ കിട്ടും, പക്ഷേ അതിൽ ഞാൻ നോക്കിയിട്ട് ഏറ്റവും ഒപ്റ്റിമൈസ്ഡും എല്ലാ ഡിവൈസസിലും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതായിട്ടുള്ളൊരു OS ആണ് ഈ പ്രൈമോസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മിനിമം റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് Pentium 3 പ്രൊസസ്സറാണ്. ഓക്കെ, അപ്പോൾ ഇതിലും നമുക്ക് 3 വേരിയൻറ്റുകൾ കാണാൻ സാധിക്കും. പ്രൈമോസ് ക്ലാസിക്, പ്രൈമോസ് സ്റ്റാൻഡേർഡ്, പ്രൈമോസ് മെയിൻ ലൈൻ, 3 വേരിയൻറ്റുകളുണ്ട് ഇതിൽ. ഓക്കെ, അതിൽ പ്രൈമോസ് ക്ലാസിക് എന്ന് പറയുന്നത് 2012 മുമ്പുള്ള കമ്പ്യൂട്ടറുകൾക്കുള്ളത്. പ്രൈമോസ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ ഉള്ള ഒരു മിഡ് റേഞ്ച് PCകൾക്കുള്ളത്. പ്രൈമോസ് മെയിൻ ലൈൻ എന്ന് പറയുന്ന ഹൈ സ്പെക് PCകൾക്കുള്ളത്. ഇങ്ങനെ 3 വേരിയൻറ്റുകളിൽ ഇത് ലഭ്യമാണ്. അപ്പം നമ്മളിന്ന് ഒരു 10 വർഷം പഴക്കമുള്ള ഒരു ലാപ്ടോപ്പിലാണ് ഇപ്പോൾ എല്ലാവർക്കും ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുമെന്നുള്ള കാണിക്കാനായിട്ട് ഒരു 10 വർഷം പഴക്കമുള്ള ലാപ്ടോപ്പിലാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. ഏത് ഇൻസ്റ്റാൾ ചെയ്യാനാണെങ്കിലും പ്രൊസീജിയർ ഒന്ന് തന്നെയാണ്. ഞാൻ ചെയ്യുന്ന പ്രൊസീജിയർ കറക്റ്റായിട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഈസി ആയിട്ട് ചെയ്യാം. അപ്പം നമ്മൾ ഡൗൺലോഡ് പ്രൈമോസ് ക്ലാസിക്കൽ ക്ലിക്ക് ചെയ്യുകയാണ്. അതിൽ 2 ഓപ്ഷൻസ് ചോദിക്കും. ഒന്ന് വിൻഡോസ് ഇൻസ്റ്റാളറും 2 ISO ഇമേജ്. അപ്പോൾ ഇതിൽ വിൻഡോസ് ഇൻസ്റ്റാളർ എന്ന് പറയുന്നത് നമുക്ക് വിൻഡോസിൻ്റെ കൂടെ ഡ്യുവൽ ബൂട്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരും. അതായത് ഓണായി വരുമ്പോൾ വിൻഡോസ് വേണോ ആൻഡ്രോയിഡ് വേണോ എന്ന് ചോദിക്കും. രണ്ടാമത് കിടക്കുന്ന ISO ഇമേജ്, അത് നമുക്ക് കസ്റ്റമായിട്ട് നമുക്ക് സ്വന്തമായിട്ട് പെൻഡ്രൈവിലോട്ട് ബൂട്ട് ചെയ്തെടുത്ത് ചെയ്യാനുള്ളതാണ്. അപ്പം നമ്മൾ ആ മെത്തേഡിലാണ് ചെയ്യുന്നത്. നമ്മൾ പഴയ ലാപ്ടോപ്പിൽ ചെയ്യാനാണ് ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഈ മെത്തേഡ് ഞാനിപ്പോൾ ചെയ്യുന്ന മെത്തേഡ് യൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്തുള്ള എല്ലാ ഡാറ്റയും പോവും. അപ്പം പഴയ ലാപ്ടോപ്പുകളിൽ മാത്രം ഉപയോഗിക്കുക കേട്ടോ, ഡാറ്റ എല്ലാം പോവും. ഇല്ലെങ്കിൽ ഇതിനെ സംബന്ധിച്ച് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി, റിപ്ലൈ തരുന്നതായിരിക്കും. പ്രൈമറി ഡൗൺലോഡ് കൊടുക്കുക. ഒക്കെ ഇപ്പോൾ ഡൗൺലോഡ് ഒരു 800 MB ഫയലാണ്. 800 MB ഫയൽ അത് ഡൗൺലോഡ് ആവട്ടെ. അപ്പം നമുക്ക് വേറൊരു സാധനം കൂടെ വേണം ഇതിന്. നമുക്കൊരു പെൻഡ്രൈവ് വേണം, ഒരു 4 GB മിനിമം പെൻഡ്രൈവ് വേണം. പിന്നെ പെൻഡ്രൈവിലോട്ട് ഈ OS കയറ്റാനായിട്ട് ഒരു ടൂള് വേണം. അതിൻ്റെ പേര് റൂഫസ് എന്നാണ്. അപ്പം റൂഫസ് എന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ മതി. അപ്പോൾ ഇത് ഫസ്റ്റ് കിടക്കുന്ന ലിങ്ക് ഞാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അതിൽ താഴോട്ട് വരുമ്പം ഫസ്റ്റ് കിടക്കുന്ന റൂഫസ് 3.13 അത് ഡൗൺലോഡ് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഡൗൺലോഡ് ചെയ്യാം നമുക്ക്. അത് ഡൗൺലോഡായി. ചെറിയൊരു ഫയലാണ്. അപ്പം ഞാൻ ഈ 2 ഫയൽസും ഡൗൺലോഡ് ചെയ്ത് ഒരു ഫോൾഡറിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പെൻഡ്രൈവ് ഇൻസേർട്ട് ചെയ്യണം. നമുക്കൊരു മിനിമം 4 GB ഉള്ളൊരു പെൻഡ്രൈവ് ഇൻസേർട്ട് ചെയ്യണം. ഇപ്പം ഞാൻ പെൻഡ്രൈവ് ഇൻസേർട്ട് ചെയ്തു, അത് കാണിച്ചു. നമുക്ക് റൂഫസ് ഓൺ ആക്കുക. അഡ്മിനിസ്ട്രേറ്റർ പെർമിഷൻ ചോദിക്കും, അത് ജസ്റ്റ് S കൊടുത്താൽ മതി. നമുക്ക് നമ്മുടെ പെൻഡ്രൈവിൻ്റെ പേര് അവിടെ എഴുതി കാണിക്കുന്നുണ്ട്. എൻ്റെ പേര് സോറിൻ എന്നാണ്. ദെൻ നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് OS എവിടെയാണെന്ന് ബ്രൗസ് ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. ജസ്റ്റ് അതൊന്ന് സ്ലൈഡ് ചെയ്തിട്ടാൽ മതി. പിന്നെ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, പാർട്ടീഷൻ ടേബിൾ MBR തന്നെ കൊടുക്കണം. ഇതിൻ്റെ അകത്ത് GPT കൊടുക്കരുത്. കാരണം 2012 മുമ്പുള്ള കമ്പ്യൂട്ടറുകളിലൊന്നും തന്നെ GPT സപ്പോർട്ട് ഇല്ല. ഇതിനെക്കുറിച്ച് കൂടുതൽ ടെക്നിക്കലി പറയുന്നില്ല. നമുക്ക് സ്റ്റാർട്ട് കൊടുക്കാം.
റൈറ്റ് ഇൻ ISO ഇമേജിൽ തന്നെ കിടക്കട്ടെ. അത് ഓക്കെ കൊടുത്താൽ മതി. DD ഇമേജ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ കൊടുക്കുക. യെസ്, നമ്മുടെ പെൻഡ്രൈവിലുള്ള ഡാറ്റയെല്ലാം പോകും. അപ്പോൾ അതെല്ലാം മാറ്റിയിട്ട് പെൻഡ്രൈവിൽ ബൂട്ട് ചെയ്യാം. ഇപ്പോൾ OS ഒരു ലൈവ് CD പോലെ നമ്മുടെ പെൻഡ്രൈവിലോട്ട് കോപ്പി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഫയൽസ് മുഴുവൻ. ഓക്കെ, നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആ ഗ്രീൻ ബാറിൽ റെഡി എന്ന് എഴുതി കാണിക്കും. നമുക്ക് ജസ്റ്റ് ക്ലോസ് ചെയ്യുക, എന്നിട്ട് ആ പെൻഡ്രൈവ് എജക്റ്റ് ചെയ്യുക. എജക്റ്റ് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ ലാപ്ടോപ്പിലാണ് ബാക്കി ചെയ്യാനുള്ളത്. ഇനിയുള്ള സ്റ്റെപ്സ് എല്ലാം വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. ഓക്കെ, കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. നമുക്ക് ലാപ്ടോപ്പ് എടുക്കാം. ഇപ്പം നമ്മുടെ ലാപ്ടോപ്പ് എടുത്തു. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതൊരു 2010 മോഡൽ ലാപ്ടോപ്പാണ്. അപ്പോൾ ജസ്റ്റ് ഓൺ ആക്കിയിട്ട് നമ്മുടെ ബൂട്ട് മെനു എടുക്കുക. അത് പല കമ്പ്യൂട്ടറുകൾക്കും പലതാണ്. ഇതിൽ F12 ആണ്. അപ്പം അത് ഏത് ബൂട്ട് മെനു, നിങ്ങളുടെ കമ്പ്യൂട്ടർ ഏതാണോ ആ കമ്പ്യൂട്ടറിൻ്റെ ബൂട്ട് മെനു ഏതാണെന്നറിയാൻ ജസ്റ്റ് അതൊന്ന് ഗൂഗിൾ ചെയ്താൽ മതി. അപ്പോൾ അതിൽ നമുക്ക് നമ്മുടെ പെൻഡ്രൈവിൻ്റെ പേര് കാണിക്കുന്നുണ്ട്. അതിൽ ജസ്റ്റ് ഞെക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ലൈവ് ഇൻസ്റ്റലേഷൻ CD ഇത് കാണിക്കും. അപ്പോൾ നമുക്കതിൻ്റെ അകത്ത് അത് മുഴുവനായിട്ട് അങ്ങ് ഇൻസ്റ്റാൾ ചെയ്യുകയാണ് ആ ഒരു ഹാർഡ് ഡിസ്കിലോട്ട്. അപ്പോൾ അഡ്വാൻസ്ഡ് ഓപ്ഷൻസിൽ പോവുക. താഴെ ഓട്ടോ ഇൻസ്റ്റലേഷൻ എന്ന് പറഞ്ഞൊരു സെറ്റിംഗ് ഉണ്ട്. അതിൽ നിൽക്കുക. ഡാറ്റ മുഴുവൻ പോവും, ശ്രദ്ധിക്കുക. അപ്പോൾ അതിൽ നമ്മൾ ചോദിക്കും ഹാർഡ് ഡിസ്ക്, ഏത് ഹാർഡ് ഡിസ്ക്കാണ്. അപ്പം നമ്മുടെ ആ ഒരു ഹാർഡ് ഡിസ്ക്, കൃത്യമായിട്ടുള്ള ഹാർഡ് ഡിസ്ക് സെലക്ട് ചെയ്യുക. നമ്മൾ ഓട്ടോ ഇൻസ്റ്റലേഷനാണ്. നമ്മുടെ ഡാറ്റ മുഴുവൻ പോവും. കുഴപ്പമുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കുന്ന പ്രോംപ്റ്റാണ്. യെസ് കൊടുക്കുക. നമ്മുടെ ഹാർഡ് ഡിസ്ക് ഫോർമാറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ലാപ്ടോപ്പിലോട്ട് OS ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഫയൽസ് എല്ലാം അതിലോട്ട് റൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ എളുപ്പമാണ് ഇത് ചെയ്യാൻ. നമ്മുടെ OS ഇൻസ്റ്റാൾ ആയി. ഇപ്പോൾ ഇവിടെ ഇൻസ്റ്റാൾ ആയെന്ന് കാണിച്ചു. നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്, റീബൂട്ടും റൺ പ്രൈം OSഉം. നമ്മൾ റൺ പ്രൈം OS കൊടുക്കുവാണ്. ജസ്റ്റ് അതിൽ കാണിക്കും നമ്മുടെ ലോഗോ തെളിഞ്ഞു വരും. ബൂട്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇൻസ്റ്റലേഷൻ പ്രോസസ്സ് ഇത്രേ ഉള്ളൂ. അത് ഞാൻ പറഞ്ഞ് എത്ര അറിയത്തില്ലാത്ത ഒരാൾക്കാണെങ്കിലും കറക്റ്റായിട്ട് ഫോളോ ചെയ്യുവാണെങ്കിൽ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ സാധിക്കും. ബൂട്ടായി വന്നിട്ടുണ്ട്. വെൽക്കം ടു പ്രൈം OS, പ്രൊസീഡ് കൊടുക്കുക. അപ്പം നമ്മളോട് ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കുന്നുണ്ട്, ഓണറിൻ്റെ യൂസർ നെയിം ചോദിക്കുന്നുണ്ട്, പിന്നെ ജെൻഡർ ചോദിക്കുന്നുണ്ട്, ടൈം സോൺ ചോദിക്കുന്നുണ്ട്, കൺട്രി ചോദിക്കുന്നുണ്ട്, സിറ്റി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു ഫേക്കായിട്ടുള്ള യൂസർ നെയിമും ഡേറ്റ് ഓഫ് ബർത്തും കൊടുക്കുവാണ്. നമ്മുടെ ടൈം സോൺ ഏഷ്യ കൊൽക്കത്തയാണ്. ഏഷ്യ കൊൽക്കത്ത കൊടുക്കാം. ജെൻഡർ ചോദിക്കുന്നുണ്ട്, പിന്നീട് കൺട്രിയാണ്. കൺട്രി ഇന്ത്യ നമ്മുടെ കൊടുക്കാം. പിന്നീട് ചോദിക്കുന്നത് സിറ്റിയാണ്. സിറ്റി നമ്മുടെ ജില്ലകളെല്ലാം തന്നെയുണ്ട്. അപ്പം എൻ്റെ സിറ്റി കോട്ടയാണ്. കോട്ടയം കൊടുക്കാം.
ലൈസൻസ് അഗ്രിമെൻ്റ് ആണ് ചോദിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് പല ആപ്പുകൾ ഒരു സമയം ഉപയോഗിക്കാൻ സാധിക്കും. ഇതിൻ്റെ അകത്ത് നമുക്ക് പ്ലേ സ്റ്റോർ, ക്രോം ഇൻബിൽറ്റ് അവൈലബിൾ ആണ്. നമുക്ക് ജസ്റ്റ് സെറ്റിങ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ആ ഒരു ആൻഡ്രോയിഡ് 7.1 കിട്ടുന്ന എല്ലാ സെറ്റിങ്സും ഇതിൽ വരും. X86 ഇത്ര സ്റ്റേബിൾ ആയിട്ടുള്ള വേറൊരു ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോം വലിയ കാര്യമായിട്ടില്ല. അതുകൊണ്ടാണ് ഇത് സെലക്ട് ചെയ്തത്. റൂട്ട് ആക്സസ് ഉണ്ട്, നമുക്ക് റൂട്ട് ചെയ്തൊരു ഫോൺ പോലെ ഇത് ഉപയോഗിക്കാം. പിന്നെ വൈഫൈ, ബ്ലൂടൂത്ത്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ഹോട്ട്സ്പോട്ട് സെറ്റിങ്സ് എല്ലാം തന്നെയുണ്ട്. നമുക്ക് ജസ്റ്റ് വൈഫൈ ഒന്ന് കണക്ട് ചെയ്യാം. വൈഫൈ കാണിക്കുന്നുണ്ട്. എൻ്റെ വൈഫൈ ഞാൻ ജസ്റ്റ് കണക്ട് ചെയ്യുകയാണ്. കണക്ട് ചെയ്തു. നമുക്ക് ജസ്റ്റ് പ്ലേ സ്റ്റോറിൽ സൈൻ ഇൻ ചെയ്ത് നോക്കാം. സാധാരണ ഫോണിലുള്ള പ്രൊസീജിയർ തന്നെയാണ്, പിന്നെ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. കണ്ടോ, അതിൽ നമ്മുടെ ഇമെയിൽ അഡ്രസ്സൊക്കെ ചോദിക്കും. നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് കൊടുത്ത് സൈൻ ഇൻ ചെയ്യുക. സാധാരണ ഫോണിൽ ചെയ്യുന്ന പോലെ തന്നെ സൈൻ ഇൻ ചെയ്യുക. ഇങ്ങനെ കൊടുക്കുക. നമ്മളതിൽ സൈൻ ഇൻ ചെയ്തു. നമുക്ക് ജസ്റ്റ് ഗൂഗിൾ ക്രോം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ബ്രൗസിങ് എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കാം. നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാം. നിങ്ങളുടെ പ്രിഫറൻസസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ സൈൻ ഇൻ ചെയ്യാം, ഇല്ലെങ്കിൽ നോ താങ്ക്സ് കൊടുക്കുക. നമുക്ക് ജസ്റ്റ് ഒന്ന് സർഫ് ചെയ്ത് നോക്കാം. നമുക്ക് ജസ്റ്റ് ആമസോൺ ഒന്ന് എടുത്ത് നോക്കാം. കണ്ടോ, നമുക്ക് നല്ല സ്മൂത്തായിട്ട് ഇത് ഓടിക്കാൻ സാധിക്കും. ഞാൻ ഉപയോഗിക്കുന്ന PC ഒരു പെൻറ്റിയം P6200 എന്ന് പറഞ്ഞ ഒരു CPU ഉള്ള ഒരു ലോ എൻഡ് PC ആണ്. ഇതിൽ പോലും ഇത്ര സ്മൂത്തായിട്ട് ഓടുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ ഒരു മീഡിയം PCകൾക്കെല്ലാം ഇത് നല്ല സൂപ്പറായിട്ട് ഓടും. കണ്ടോ, വെബ് ക്യാം വരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കറക്റ്റായിട്ട്. നമുക്കിത് വെബ് ക്യാം ഈ ക്യാമറയിൽ എടുത്ത പോലെ തന്നെ നമുക്ക് സൂം മീറ്റിങ്സും അതുപോലെ തന്നെ ഗൂഗിൾ മീറ്റ് പോലുള്ള ഓപ്ഷൻസും എല്ലാം ഇതിലെടുക്കാം. ഇതിന് ഫാമിലി ലിങ്ക് സപ്പോർട്ടുണ്ട്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ കളിക്കാനാണെങ്കിൽ നമ്മുടെ ആ ഒരു സൂപ്പർവിഷനൂടെ അതിൽ വരും. അപ്പം ഫാമിലി ലിങ്കിന് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. നമുക്കതിൽ വാൾപേപ്പറൊക്കെ ചേഞ്ച് ചെയ്യാം. ജസ്റ്റ് നമ്മുടെ ലെഫ്റ്റ് കീയിലൊന്ന് ഞെക്കി പിടിച്ചാൽ മതി. നമുക്ക് വാൾപേപ്പറൊക്കെ ജസ്റ്റ് അവരുടെ വാൾപേപ്പർ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ സെറ്റ് ചെയ്യാം അവിടെ. കണ്ടോ, ആൻഡ്രോയിഡിൽ ബേസിക് ആൻഡ്രോയിഡിലുള്ള പോലെ തന്നെ എല്ലാം അതുപോലെ തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. ഇനി അത് സ്വിച്ച് ഓഫ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഇതിൻ്റെ ലാപ്പിൻ്റെ പവർ ബട്ടണിൽ ഒന്ന് ഞെക്കുക. അപ്പോൾ അതിൽ ചോദിക്കും സ്ലീപ്പ് റീസ്റ്റാർട്ട് പവർ ഓഫ്. പവർ ഓഫ് ആക്കിയാൽ നമുക്ക് അറിയാമല്ലോ, പവർ ഓഫ് ആക്കിയാൽ ഓഫാവും. ബാക്കി റീസ്റ്റാർട്ടും സ്ലീപ്പും ഉണ്ട്. അപ്പോൾ അത് പവർ ഓഫ് ആയി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വേറൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.